സേവന രംഗത്ത് നിറസാന്നിധ്യമായ വി കെയർ ഫൗണ്ടേഷന്റെ പ്രവർത്തന യോഗം മുക്കത്ത് നടന്നു. സേവന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ യോഗം തീരുമാനിച്ചു. കാരുണ്യ പ്രവർത്തനങ്ങളുടെയും സന്നദ്ധ സേവനങ്ങളുടെയും ഏകോപനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ വി കെയർ ഫൗണ്ടേഷൻ വിപുലമായ പ്രവർത്തക യോഗം ചേർന്നു. മുക്കം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സംഘടനയുടെ സേവനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി വിവിധ സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി. ഫസീനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വി കെയർ ഫൗണ്ടേഷൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആതുര സേവന രംഗത്ത് സജീവ സാന്നിധ്യമായി മാറിയിട്ടുണ്ട്. അത്യാസന്ന നിലയിലുള്ള രോഗികൾക്ക് കോഴിക്കോട് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ കൃത്യസമയത്ത് സഹായമെത്തിക്കുന്നതിൽ സംഘടനയുടെ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ദിശാബോധം നൽകുന്നതും ഫസീനയുടെ നേതൃത്വത്തിലുള്ള ടീമാണ്. കഴിഞ്ഞ വർഷം ജനശ്രദ്ധയാകർഷിച്ച ആദരിക്കൽ ചടങ്ങ് ഈ വർഷവും വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. കലാപരിപാടികൾ കോർത്തിണക്കി നടത്തുന്ന ചടങ്ങിൽ ഡോക്ടർമാർ, നഴ്സിംഗ് ജീവനക്കാർ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ കായിക രംഗത്തെ പ്രമുഖർ എന്നിവരെ ആദരിക്കും. സൈക്കോളജിക്കൽ കൗൺസിലർ തൽഹത്ത് കുന്നമംഗലം സ്വാഗതം ആശംസിച്ച യോഗത്തിൽ മൈൻഡ് ഹീലിംഗ് തെറാപ്പിസ്റ്റ് ആമിന ജിജു അധ്യക്ഷത വഹിച്ചു. സത്യനാരായണൻ മാഷ്, മുക്കം നഗരസഭാ കൗൺസിലർമാരായ ജിജി ജയരാജ്, ഭവന വിനോദ, സബിത എന്നിവരും ജംഷീർ വയനാട്, റസൽ ബേപ്പൂർ, സഫിയ, കരീം എളമരം തുടങ്ങിയവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സന്നദ്ധ പ്രവർത്തകനും എന്റെ മുക്കം ഭാരവാഹിയുമായ ഷംസീർ മുക്കം ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. വരും ദിനങ്ങളിൽ കൂടുതൽ ശക്തമായ കാരുണ്യ പദ്ധതികളുമായി മുന്നോട്ടു പോകാനാണ് ഫൗണ്ടേഷന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.